ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ മാത്രം അകലത്തിലായി 4.6 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂം വീട്. ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് വില്ല. ഏകദേശം ഒരു 12ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റി. അതിലുള്ള ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ്. കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻസുകളാണ് വീടിൻ്റെ എലവേഷനിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഭാഗത്തായിട്ട് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറുഭാഗത്തും എ ടൈപ്പ് സ്ട്രക്ചർ വരുന്നു. സെൻറ്റർ ഭാഗത്തായിട്ട് മുകൾ ഭാഗത്തായിട്ട് ബാൽക്കണിയാണ്. അവിടെ എല്ലാം മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്ക് സ്ക്വയർ 2 ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. 2 ബാൽക്കണി നമുക്ക് വരുന്നതായി കാണാം. കൂടുതലും ബോക്സി ടൈപ്പ് ഡിസൈനും കൂടി വീടിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. വീടിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് റോഡ് വരുന്നത്. ഏകദേശം 5 മീറ്റർ വിടുത്തുള്ള മനോഹരമായിട്ടുള്ള ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളുടെ ഈ വില്ല വരുന്നത്. ബാക്കി ഇവിടെ 4 വില്ലകൾ ഓൾറെഡി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പലതും പല റേറ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ വീടുകളുടെ ഡീറ്റെയിൽസ് കൂടി ഉൾക്കൊള്ളിക്കാം. അപ്പോൾ നമുക്ക് മതിലിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് മതിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മതിൽ നൽകിയിരിക്കുന്നു. ഒരു പർഗോള ഡിസൈനാണ് മുകൾ ഭാഗത്ത് വരുന്നത്. താഴെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വുഡൻ പെയിന്റ് ആണ്, വുഡൻ ഡിസൈനുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെക്ക് വുഡും സ്ക്വയർ 2 ഉപയോഗിച്ചിട്ടുള്ള ഗേറ്റ്. നേരെ നോക്കുമ്പോൾ തന്നെയാണ് കാർ പോർച്ച് വരുന്നത്. നേരെ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാർ പോർച്ചാണ്. ഈ ഭാഗത്ത് നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 2 വാഹനങ്ങൾ ഓൾറെഡി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ ലഭ്യമായിട്ടുണ്ട്. മുറ്റത്ത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിട്ടുണ്ട്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ ചെറിയൊരു മാംഗോ ട്രീ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വെള്ളപ്പൊക്കം ഒട്ടും ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ വീടുള്ളത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ ആയിരിക്കും ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. നമുക്ക് ഇനിയും വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വരാം, സിറ്റ് ഔട്ടിലേക്ക് വരാം. ഇതാണ് സിറ്റ് ഔട്ട്. വളരെ നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നു. ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. 2 പില്ലറുകൾ വരുന്നുണ്ട്. പില്ലറുകളിൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഷൂറാക്കും ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ പുറകിൽ ഒരു 2 പാളി ജനൽ കാണാം. ഇതാണ് മെയിൻ ഡോർ. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ വരുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എത്തിച്ചേരുന്നത് ലിവിങ് സ്പേസിലാണ്. ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്നത് ഈ കാണുന്ന ആർക്കി ഡ്രൈവാണ്. അപ്പോൾ നല്ല TV യൂണിറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട വിൻഡോയാണ്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ബോർഡറായിട്ട് വുഡൻ ടെക്സ്ചർ കൊടുത്തിരിക്കുന്നു. ഈ ലിവിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലാണ് ഇവിടെ വരുന്നത്. ഇതിന് സ്റ്റെപ്പിന് അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇൻവേർട്ടർ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ്. ഡൈനിങ് ഏരിയയുടെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സെറയുടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡൈനിങ് സ്പേസ് ആണ്. നല്ല നീളത്തിലുള്ള ഒരു ഡൈനിങ് സ്പേസ്. ഇരുവശത്തും ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്തും ജനൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകാശം ഈ വീടിൻ്റെ അകത്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷൻ, ഇലക്ട്രിക്കൽ കണക്ഷനാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ബോക്സാണ്. 2 ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം ആദ്യം നോക്കാം. നേരെ നമ്മൾ കാണുന്നത് തന്നെ ഈ വലിയ വാർഡ്രോബാണ്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ഇവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 പാളി ജനൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി അഡീഷണൽ ആയിട്ട് ഈ വീടിന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസുകൾ ഒരുക്കിയിട്ടുണ്ട്. ബാത്റൂം ഇതാണ്.
ഫൈബർ ഡോറാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള വാൾ ടൈലുകളാണ്, 2 ഡിഫറെൻറ്റ് കളറിലുള്ള വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. സെൻറ്റർ ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. സെറയുടേതാണ് ഫിറ്റിങ്സ് ഇതെല്ലാം. ഇവിടെ ഒരു വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ വരുന്നുണ്ട്. മുകളിൽ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. സെറയുടേതാണ് ഇവിടുത്തെ വാഷ് ബേസിൻ എല്ലാം വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം. ഇതേ സെയിം സ്പേസ് തന്നെയാണ് അടുത്ത ബെഡ്റൂമിലുള്ളത്. നമുക്ക് ആ ബെഡ്റൂം നോക്കാം. സെയിം ഡിസൈൻ തന്നെയാണ് ബെഡ്റൂം. നേരെ നോക്കുമ്പോൾ തന്നെ വാർഡ്രോബിന്റെ ഡിസൈനിൽ മാത്രമാണ് അല്പം വ്യത്യാസം വരുന്നത്. അതിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജനൽ കൊടുത്തിരിക്കുന്നു, ഫോൾ സീലിംഗും അത് തന്നെ. ഇവിടെയും ഡ്രസ്സിംഗ് ഏരിയ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ഡ്രസ്സിംഗ് ഏരിയ. കുറച്ച് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാത്റൂം ഇവിടെ ക്ലോസി ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ്, സെയിം വലിപ്പവുമാണ് ബാത്റൂമിന് വരുന്നത്. കൂടുതലൊന്നും ബാത്റൂമിനെ കുറിച്ച് നമുക്ക് പറയാനില്ല. സെയിം തന്നെയാണ് ബാത്റൂം. കിച്ചൺ കണ്ടില്ല. നമ്മൾ ഇനി പോകുന്നത് കിച്ചണിലേക്കാണ്. ലിവിങ് സ്പേസിന്റെ ഇടതുവശത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇവിടെയാണ് കിച്ചൺ. ഇവിടെ നിന്നാണ് എൻട്രൻസിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലേക്ക് വരാം. ഇതാണ് കിച്ചൺ. കിച്ചൺ നൽകിയിരിക്കുന്നത് ഒരു എൽ ഷേപ്പിലാണ്. ഇതിന്റെ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് മുകൾ ഭാഗത്ത് വരുന്നത്. വർക്ക് ഏരിയ കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിന്റെ സ്പേസ് ഉണ്ട്. വർക്ക് ഏരിയ ഇപ്പോൾ ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമാണെങ്കിൽ വർക്ക് ഏരിയ കൂടി ചെയ്ത് എടുക്കാവുന്നതാണ്. വലിയ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ സമയത്തും ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. കിണർ വെള്ളമാണ് ഈ വീടിന് ഉപയോഗിക്കുന്നത്. വാട്ടർ കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ച് നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത് അപ്പർ ലിവിംഗ് ഏരിയ ആണ്. അപ്പർ ലിവിംഗ് ഏരിയ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അവിടെ ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഇതാണ് TV യൂണിറ്റ്. നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള അപ്പർ ലിവിംഗ് ഏരിയ ആണ്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ എൽ ഷേപ്പിലാണ് ഇങ്ങോട്ട് വരുന്നത്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിന്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഒരേ വലിപ്പം തന്നെ ബെഡ്റൂമുകൾക്ക് കിട്ടുന്നുണ്ട്. വാർഡ്രോബ് വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക്. ഇവിടെയും ഡ്രസ്സിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നു. സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ വിശദീകരിക്കാത്തത്. ബാത്റൂം എല്ലാം സെയിം ഫിറ്റിങ്സുകളും സെയിം ഡിസൈനും തന്നെയാണ് ബാത്റൂമുകൾക്കും വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം സെയിം സൈഡിൽ തന്നെ, താഴത്ത് കണ്ട അത് എക്സാക്ട് സെയിം സൈഡിൽ തന്നെയാണ് ഈ ബെഡ്റൂമും വരുന്നത്. ബെഡ്റൂം നല്ല വലിപ്പമുള്ളതാണ്. ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. ഇതാണ് ബാത്റൂം. സെയിം തന്നെയാണ് ബാത്റൂം. ഇനി അഡീഷണൽ ആയിട്ട് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത് നേരെ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വുഡൻ ടൈലുകളാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത്. 2 ഭാഗത്തും ജനലുകൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ജനൽ വരുന്നുണ്ട്. ഇവിടെയും ഒരു ജനൽ വരുന്നു. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഗോവണി ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വയലിന്റെ വ്യൂ ആണ് നമുക്ക്. പക്ഷേ ഇത് നിങ്ങൾക്കൊരു സംശയം പറയാം, ഇവിടെ വെള്ളം കയറിയതാണോ 2018. പക്ഷേ പ്രളയം ഒട്ടും ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ വീട് വരുന്നത്. ഇനി ബാൽക്കണി കൂടി നമുക്ക് നോക്കാനുണ്ട്. ബാൽക്കണി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് ബാൽക്കണി. വീടിന്റെ സെന്റർ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഹാൻഡ് റെയിലുകൾ MS-ലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയുള്ള ഒരു വീടാണ് ഇത്. 4.6 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീട്. ചാർട്ടർ സ്കൂളിലേക്കും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്കും വളരെ അടുത്താണ് ഈ വീട് വരുന്നത്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ് വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് 4 കിലോമീറ്ററാണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് 500 മീറ്റർ താഴെയാണ് ദൂരം വരുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിലുമാണ്. ഇനി അവസാനം വീടിന്റെ വിലയാണ്. 83 ലക്ഷം രൂപയാണ് വീടിന് ആവശ്യപ്പെടുന്നത്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.